ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടി എന്നതിലുപരി രാജ്യത്തിന്റെ വൈകാരിക പ്രകടനം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ കാലവർഷം അതിശക്തം. 11 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചി തീരത്ത് ലൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം നേതാക്കളെ പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ICMR. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമ്പത്തിക വികസനം എന്നീ ലക്ഷ്യങ്ങളുമായി ഇന്ത്യ മുന്നേറുമ്പോൾ പാകിസ്ഥാന്റെ ഒരേയൊരു ലക്ഷ്യം ഇന്ത്യയെ ഉപദ്രവിക്കുക എന്നത് മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സായുധ സേനയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും ശാക്തീകരണം ഇന്ത്യയെ വികസിതമാക്കി തീർക്കുമെന്നും ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടി എന്നതിലുപരി രാജ്യത്തിന്റെ വൈകാരിക പ്രകടനം കൂടിയാണ്. 140 കോടി ഇന്ത്യക്കാരെയാണ് പഹൽഗാമിൽ ഭീകരർ വെല്ലുവിളിച്ചതെന്നും ഭീകരകേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് താൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി വഡോദരയിലും ഭുജിലും റോഡ് ഷോയിലും പങ്കെടുത്തു. കേരളത്തിൽ കാലവർഷം അതിശക്തം. കനത്ത മഴയും രൂക്ഷമായ മഴക്കെടുതികളും വിവിധ ജില്ലകളിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും ചുവപ്പ് ജാഗ്രത തുടരും. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 30 വരെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മഴക്കെടുതി രൂക്ഷമായതോടെ തിരുവനന്തപുരം, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശക്തമായ മഴയിലും കാറ്റിലും വിവിധ ജില്ലകളിൽ 300ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വയനാട്, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉടനീളം അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. പൊതുജനങ്ങൾക്ക് 0471 251 8655 എന്ന നമ്പറിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. റെഡ് അലർട്ട് തുടരുന്ന ഇടുക്കിയിലെ ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ഇന്ന് പകൽ കനത്ത മഴയും കാറ്റുമുണ്ടായി. മണ്ണിടിച്ചിലും മരം വീഴ്ചയും വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. 17 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. മൂന്നാറിലും പരിസരങ്ങളിലും ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് മൂന്നാർ ഗ്യാപ് റോഡിൽ കൂടിയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് 66 kV ടവർ ലൈനിലേക്ക് കൂറ്റൻ മരങ്ങൾ വീണ കുളമാവ് KSEB സബ്സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. തൊടുപുഴ, കാഞ്ഞാർ, വാഗമൺ റോഡിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. കട്ടപ്പന നഗരത്തിന് സമീപം ബഹുനില മന്ദിരത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ജില്ലയിൽ ഇതുവരെ 12 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ഹെക്ടർ കണക്കിന് കൃഷിയും നശിച്ചിട്ടുണ്ട്. ദേവികുളം താലൂക്കിലെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 4 കുടുംബങ്ങളിൽ നിന്നുള്ള 17 പേരെ മാറ്റിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി 30 പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ സന്നാഹങ്ങളോടെയും ജില്ലയിലെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ എമർജൻസി കൺട്രോൾ റൂമുകൾ തുറന്നു. കക്കി, ആനത്തോട്, പമ്പ, മൂഴിയാർ ഡാമുകളിൽ നീരൊഴുക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ജലം പുറത്തേക്കൊഴുക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണിമലയാറ്റിലും മഞ്ഞ ജാഗ്രത നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ പരക്കെ ശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് ലഭിച്ചത്. മഴയ്ക്കൊപ്പമുള്ള കാറ്റിൽ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ശനിയാഴ്ച രാത്രി മുതൽ മരങ്ങളും വൈദ്യുതി തൂണുകളും ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. കക്കിയാനത്തോട്, പമ്പ, മൂഴിയാർ എന്നീ ഡാമുകളിൽ നിന്ന് നിശ്ചിത അളവിൽ ജലം പുറത്തേക്കൊഴുകിക്കളയുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ നിലവിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.
ആലപ്പുഴ ബീച്ചിൽ ഉച്ചയ്ക്കുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കട തകർന്ന് ദേഹത്തേക്ക് വീണ് പെൺകുട്ടി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റു. കനത്ത മഴയിൽ ജില്ലയിൽ പലയിടത്തും വ്യാപക കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മഴയെ തുടർന്ന് കോഴിക്കോട് താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പും വടകര താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. 21 കുടുംബങ്ങളിൽ നിന്നായി 17 കുട്ടികളും ഉൾപ്പെടെ 75 പേരെയാണ് ഈ ക്യാമ്പുകളിലായി കഴിയുന്നത്. ജില്ലയിൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് താലൂക്കിൽ തുറന്ന 2 ക്യാമ്പുകളിലായി 3 കുടുംബങ്ങളിലെ 17 പേരും വടകര താലൂക്കിൽ 18 കുടുംബങ്ങളിൽ നിന്നായി 58 പേരും കഴിയുന്നു. ശക്തമായ മഴയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞതിനാൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന തലയാടി 28 മൈൽ റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ജില്ലയിൽ 40-ലേറെ വീടുകളാണ് ഇന്നലെ മാത്രം തകർന്നത്. തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. മലയോരത്തെ മഴ തുടരുകയാണ്. പൂന്നൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നുണ്ട്. പുഴകളോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി തീരത്ത് ലൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കപ്പലിൽ നിന്നുള്ള 35-ലേറെ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞിട്ടുണ്ട്. ഇവ കൈകാര്യം ചെയ്യുന്നതിനായി രാസവസ്തുക്കൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ച NDRF പ്രത്യേക സംഘം തമിഴ്നാട്ടിൽ നിന്നും ഇന്ന് രാത്രിയോടെ കൊല്ലത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം ബീച്ചിന് സമീപം മുണ്ടയ്ക്കൽ ഭാഗത്തുൾപ്പെടെ കൊല്ലം ജില്ലയുടെ ഭൂരിഭാഗം തീരമേഖലയിലും 1ഉം 2ഉം വീതം കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ എത്തിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സുരക്ഷയ്ക്കായി പോലീസും ഫയർഫോഴ്സും നിലയുറപ്പിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ നിന്ന് എത്തിയതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ സ്പർശിക്കരുതെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ രാസപരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുള്ള സാഹചര്യത്തിൽ ഇവ തീരത്ത് കണ്ടെത്തിയാൽ തുടരുതെന്നും 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത്തരം വസ്തുക്കളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ 112 എന്ന നമ്പറിൽ അറിയിക്കണം. കപ്പലിൽ നിന്നും കടലിൽ എണ്ണ പടരുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയവരെയും പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ ഉൾപ്പെടെ 83 പ്രതികളുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ED നടപടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ. നിലവിൽ ആരിലും രോഗം ഗുരുതരമാകുന്നില്ലെന്നതാണ് പൊതുവായ നിരീക്ഷണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ശ്രീ രാജീവ് ബഹൽ അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇന്ന് പുറത്തിറക്കി. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19 നടക്കും. 23-നാണ് വോട്ടെണ്ണൽ. സ്ഥാനാർത്ഥി നിർണയത്തിനായി തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജൂൺ 2-ന് സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജൂൺ 2-ന് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇതോടൊപ്പം പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇരു ടീമുകളും പ്ലേ ഓഫിൽ സ്ഥാനം നേടിയെങ്കിലും ഇന്ന് ജയിക്കുന്ന ടീം ആദ്യ 2 സ്ഥാനങ്ങളിൽ 1 ഉറപ്പിച്ച് 1-ാം ക്വാളിഫയർ യോഗ്യത നേടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി എന്നതിലുപരി രാജ്യത്തിന്റെ വൈകാരിക പ്രകടനം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ കാലവർഷം അതിശക്തം. 11 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചി തീരത്ത് ലൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാക്കളെ പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു.
കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ICMR. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.